വടകര മുനിസിപ്പാലിറ്റിയിലെ ചില ജീവനക്കാരുടെ അഴിമതിക്കെതിരെ ആഞ്ഞടിച്ച് മുൻ ചെയർമാൻ കെ ശ്രീധരൻ. ഇത്തരത്തിലുള്ള ആൾക്കാരെ മുന്നിൽ വരുന്ന സാധാരണക്കാരുടെ കീശ പിഴിഞ്ഞ് കീശ വീർപ്പിക്കാനുള്ള ഏർപ്പാടാക്കി മാറ്റുന്നതായി കെ ശ്രീധരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കെതിരെ ആഞ്ഞടിച്ചത്. ഈ ആഫീസിന്റെ ഏറ്റവും മറ്റു കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ മുനിസിപ്പൽ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ നില വെച്ചുകൊണ്ട് ഈ ഓഫീസിലേക്ക് പ്രവർത്തനം മാറ്റിയാൽ ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അത് നിലവിലുള്ള താഴെയങ്ങാടിയിൽ ഓഫീസ് കണ്ടാലേ മനസ്സിലാവും. പക്ഷേ അത്ര സുഖസൗകര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ചില അഭിപ്രായങ്ങൾ വടകര നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരെ ചിലരെ പറ്റി ഇപ്പം വടകര പട്ടണത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചിലര് ഈ സർവീസ് കാലത്തിനിടയിൽ തന്നെ ടാറ്റയോ ബിർളയോ ആയിക്കളയാമെന്ന നിലയിൽ തൻ്റെ മുമ്പിൽ വരുന്ന സാധാരണക്കാരനെ പിടിഞ്ഞ് ഈസ വീർപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ, എല്ലാവരും അല്ല, വളരെ നല്ല പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരൊക്കെയുള്ള നഗരസഭയാണ് വടകര നഗരസഭ. പക്ഷെ ചില ഉദ്യോഗസ്ഥന്മാർ ഇതൊരു കാശ് പിടുങ്ങാനുള്ള ഏർപ്പാടാക്കി മാറ്റുന്നതായി പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഒന്ന്, വിജിലൻസ് കേസുണ്ട്, പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതിനേക്കാളും പ്രധാനം, വടകര നഗരസഭയിൽ പണ്ടൊരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. പൈസ കിട്ടിയാലേ കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കൂ എന്ന നിർബന്ധമായിരുന്നു. അവസാനം ഐസ് റോഡിൽ വെച്ച് അയാളെ കാല് തല്ലി ഒടിച്ചിട്ടുണ്ട്. അതിനും കഴിവുള്ള ആളുകളാണ് വടകരക്കാർ എന്ന് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ സന്മനസ് കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ആളുകൾക്ക് സേവനം കിട്ടാൻ ഈ ഓഫീസ് ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.